Gloria in excelsis Deo. Our hearts and minds spring in elation as we inch towards one more Christmas season, announcing peace, hope, and salvation to all humanity. Please join us, we, children from the St. Peter's and St. Paul's Sunday School, as we reminisce the evolution of Christmas celebrations across 3 generations. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് കൂടെ വരവായി. ഈ ആഘോഷങ്ങളുടെ ഇടയിൽ നമുക്ക് കുറെ വർഷങ്ങൾ പുറകിലോട്ടൊന്നെത്തി നോക്കാം. അന്നും ഇന്നും ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. ഇതാ ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നു 3 കാലഘട്ടത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ. നമുക്ക് ഏത് കാലഘട്ടം വരെ പുറകോട്ട് പോകണം? ഒരു 1950 തൊട്ട് 1980 ആയാലോ? മലയിൽ വീട്. ഇവിടുത്തെ ഗൃഹനാഥ മറിയാമ്മ അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് 2 മക്കൾ, പൗലോസും കുഞ്ഞുമോനും. അവരുടെ ഭാര്യമാർ ഏലിയാമ്മയും അന്നമ്മയും. പിന്നെ അവരുടെ കുഞ്ഞുമക്കളും അടങ്ങുന്നതാണ് മറിയാമ്മച്ചിയുടെ കുടുംബം. ഏലി, ഏലി, എടി ഏലി. അയ്യോ, എലിയോ? എവിടെ എലി? അടിയുടെ പൗലോ അതിനെ. എന്റെ പൊന്നമ്മച്ചിയെ, എലിയൊന്നും അല്ല, ഞാൻ എന്റെ ഭാര്യ ഏലിയാമ്മയെ വിളിച്ചതാ. എന്റെ മനുഷ്യ, ഇങ്ങനെ കിടന്ന് അലക്കാതെ. എത്ര വട്ടം ഞാൻ വിളി കേട്ടു. നിങ്ങൾക്കെന്താ അമ്മച്ചിയെ പോലെ ചെവി കേട്ടൂടെ? ആഹാ, ആർക്കാടി ചെവി കേൾക്കാത്തത്? നിനക്കായിരിക്കും. എന്റെ ചെവിക്ക് ഒരു കുഴപ്പവും ഇല്ല. അത് പിന്നെ അല്ലെങ്കിലും ആവശ്യമില്ലാത്തതൊക്കെ പറയുമ്പോ കേൾക്കുമല്ലോ. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? എന്റെ ഏലിയാമ്മേ, നീ ആ നാളത്തെ തീജ്വാല ശുശ്രൂഷക്കുള്ള കുരുത്തോല ഒന്ന് ഇങ്ങ് എടുത്തി. ഞാനത് ആ പള്ളിയിൽ കൊണ്ട് കൊടുത്തിട്ട് വരാം. അമ്മാമേ, ഈ തീജ്വാല ശുശ്രൂഷയുടെ കഥ എന്നതാ? പണ്ട് അപ്പച്ചനുള്ളപ്പോ പറഞ്ഞു കേട്ടതാ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ ഇരുളിലുള്ള ജനതയ്ക്ക് മേൽ ദൈവപുത്രൻ വെളിച്ചമായി വരുമെന്നാണ്. അതിനെ സൂചിപ്പിക്കുന്നതാണ് തീജ്വാല ശുശ്രൂഷ. ഹോ, ഈ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി ശുശ്രൂഷ കൂടുമ്പോ എന്ത് രസല്ലേ അമ്മാമേ? ശരിയാ. ആരാടാ അത്? കുഞ്ഞുമോനാണോ? അതെ അമ്മച്ചി. ആ നിൽക്കുന്ന പൂവിനെ പിടിച്ച് കൊട്ടക്കീഴിലിട്ടോ. നാളെ നമുക്കതിനെ ശരിപ്പെടുത്തണം. എടാ പൗലോസേ, നീ വൈകിട്ട് പറമ്പിൽ നിന്ന് വരുമ്പോൾ ഒരു മൂട് കപ്പയും കൂടി കൊണ്ടുവരണേ. അച്ചാച്ചാ, നാളെ നമുക്ക് കോഴിക്കറിയാ. പിള്ളേരെ, എഴുന്നേൽക്ക്. നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പേ അങ്ങ് പള്ളിയിലെത്തണം. ഏലിയാമ്മോ, സമയായി. നീ ചൂട്ടൊന്ന് കത്തിച്ച്. എല്ലാവരും ഒരുങ്ങിയിരിക്കുക. നമുക്കങ്ങ് ഇറങ്ങിയേക്കാം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. എന്നാ നമുക്ക് ഇനി അടുത്ത കാലഘട്ടത്തിലേക്ക് പോയാലോ? ഇത് 1980 മുതൽ 2000 വരെയുള്ള കാലഘട്ടം. തെക്കേൽ വീട്. അവിടുത്തെ ഗൃഹനാഥൻ മത്തായി ചേട്ടൻ, ഭാര്യ ശോശാമ ചേട്ടത്തി, മകൻ തോമസ് കുട്ടി, മരുമകൾ ഓമന, പിന്നെ കൊച്ചുമക്കൾ അടങ്ങുന്ന കുടുംബം. എടി ഓമനെ, ഉണ്ണിയപ്പത്തിനുള്ള മാവ് കലക്കി വെച്ചിട്ടുണ്ട്. നീ തോമസിനോട് പറഞ്ഞായിരുന്നോ അങ്ങാടിയിൽ നിന്ന് വരുമ്പോ ചുക്ക് വാങ്ങിച്ചോണ്ട് വരാൻ? ഓ, പറഞ്ഞായിരുന്നു അമ്മച്ചി. അച്ചായൻ ഓർത്താൽ മതിയായിരുന്നു. ഒരു ശ്രദ്ധയുമില്ല ഈയിടെയായിട്ട്. മിക്കവാറും മറക്കാനാ സാധ്യത. ആയിട്ട് കരോള് വരുന്നതിന് മുമ്പെങ്കിലും അവനിങ്ങി വന്നാ മതിയായിരുന്നു. ആകെ 10 ദിവസത്തെ അവധിക്കാ വരുന്നത്.
അപ്പോഴും കൂട്ടുകാരെ കാണാനാണെന്ന് പറഞ്ഞങ്ങ് പോകും. ദേ അമ്മച്ചി, അച്ചായൻ വരുന്നു. ചുക്ക് വാങ്ങിയോടാ? പിന്നില്ലേ, പറഞ്ഞതിലും കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടോ അമ്മച്ചി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇച്ചായന് നല്ല ഓർമ്മയാണെന്ന്, മറക്കാതെ വാങ്ങിച്ചോണ്ട് വരുമെന്നും. ഇത് എന്തെടുക്കുവാ? ഇച്ചായന് ചപ്പാത്തി വേണോന്ന് പറഞ്ഞ അമ്മച്ചി, അതുണ്ടാക്കുവാ. എടാ തോമസേ, ഈ റബ്ബർ ഷീറ്റ് പോലത്തെ 2 സാധനം തിന്നാ നിന്റെ വയർ നിറയുവോടാ? ഓ, എനിക്ക് അത് മതി എൻ്റെ അമ്മച്ചി, വയറൊക്കെ നിറയാൻ. ഇച്ചായൻ എത്ര റബ്ബർ ഷീറ്റ്, അയ്യോ ചപ്പാത്തി വേണോ അപ്പോ? ആ, നീ ഒരു 5 6 ഉണ്ടാക്ക്. മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. പുൽക്കൊടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അയ്യോ പോവല്ലേ, ദേ ഉണ്ണിയപ്പം. സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ബാലിതരാ ഞങ്ങളിതാ